ബഹുമാന്യരെ നമസ്കാരം. വില്യം ഷേക്സ്പിയറുടെ ദി ടെമ്പസ്റ്റ് എന്ന നാടകത്തിൻ്റെ സംഗ്രഹമാണ് ഇന്നിവിടെ പറയുന്നത്. ഈ നാടകം 1611 രചിക്കപ്പെട്ട് അരങ്ങേറുകയും ഫോളിയോ വേർഷനിൽ 1623 ഇറങ്ങുകയും ചെയ്തിട്ടുള്ള നാടകമാണ്. മനുഷ്യൻ്റെ അധികാരമോഹവും പ്രതികാരദാഹവും ഷേക്സ്പിയറുടെ മാന്ത്രിക സ്പർശത്താൽ കൊല്ലും കൊലയിലുമില്ലാതെ ഒരു ശുഭപരിവ്യവസായി അവതരിപ്പിക്കുന്ന ഒരു നാടകമാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഈ നാടകം പ്രക്ഷുബ്ധമായ കൊടുങ്കാറ്റിൽപ്പെട്ട് ഉലയുന്ന ഒരു കപ്പലും ആ കപ്പലിൽ നോക്കി നിൽക്കുന്ന പ്രോസ്പെരോ എന്ന പഴയ ഒരു രാജാവും അദ്ദേഹത്തിൻ്റെ മകൾ മിറാൻഡയും ആയി തുടങ്ങുന്നതാണ് ഈ നാടകം. മിറാൻഡ മാന്ത്രികനായ തൻ്റെ പിതാവിനോട് പറയുന്നു, ആ കപ്പലിലുള്ളവരെല്ലാം വെള്ളത്തിൽ മുങ്ങി മരിക്കുമല്ലോ, പിതാവിന് അവരെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ചെയ്തുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രോസ്പെരോ പറയുന്നു, അവരിലാരും ഒരു മുടിനാരി അഴുക്ക് പോലും കേടുപറ്റാതെ സംരക്ഷിതരായിരിക്കും. നിനക്കറിയാമോ നമ്മൾ ഈ ദ്വീപിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന്? 12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇറ്റലിയിലെ വടക്കൻ പ്രവിശ്യയായ മിലാനിലെ രാജാവായിരുന്നു. നിനക്കെന്ന് 3 വയസ്സേ ഉണ്ടായിരുന്നു. ഞാൻ മാന്ത്രിക വിഷയങ്ങളിൽ വളരെ തൽപരനായിരുന്നതിനാൽ മാജിക്ക് പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ എൻ്റെ ഇളയ സഹോദരൻ അന്റോണിയോയെ രാജ്യഭാരം ഏൽപ്പിക്കുമായിരുന്നു. എന്നാൽ അധികാരമോഹിയായ അവൻ എന്നെ എൻ്റെ ശത്രുവായ കിങ് അലോൺസോയോട് ഗൂഢാലോചന നടത്തിക്കൊണ്ട് നിഷ്കാസനം ചെയ്യിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നെ കൊല്ലാൻ അവന് ഭയമായിരുന്നു. കാരണം പ്രജകൾ ഇടയുമോ എന്നുള്ള ആ ഭയത്താൽ ഒരു രാത്രിയിൽ എന്നെയും നിന്നെയും കൈകാലുകൾ ബന്ധിച്ച് ഒരു കപ്പലിൽ കയറ്റി പിന്നെ ഒരു വള്ളത്തിലാക്കി നടുക്കടലിൽ ഒഴുക്കുകയായിരുന്നു. അതിന് ചട്ടം കിട്ടിയത് ഗൊൺസാലോ എന്ന കാര്യസ്ഥനെയായിരുന്നു. അദ്ദേഹം വളരെ അലിവുള്ള ഒരു മനുഷ്യനായിരുന്നതിനാൽ എൻ്റെ മാജിക് പുസ്തകങ്ങളും മാന്ത്രിക വടിയും അതുപോലെ തന്നെ വസ്ത്രങ്ങളും വെള്ളവും കുറേ ഭക്ഷണ സാധനങ്ങളും ആ വള്ളത്തിൽ ഒരുക്കിയത് കൊണ്ട് മാത്രമാണ് നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത്. കടലിലൂടെ ഒഴുകി ഈ ദ്വീപിലണഞ്ഞപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് വളരെയേറെ അച്ഛൻ ബുദ്ധിമുട്ടി കാണുമല്ലോ ഈ ദ്വീപിൽ എന്ന് ചോദിക്കുമ്പോൾ പ്രോസ്പെരോ പറയുന്നത്, നിൻ്റെ കളിയും ചിരിയും ആണെന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നിരാശനാകുന്നതിന് പകരം നിൻ്റെ ഈ കളിയിലും ചിരിയിലും ഞാൻ ജീവിച്ചു പോവുകയായിരുന്നു. അങ്ങനെ 12 വർഷങ്ങൾ കടന്നുപോയി. ഇന്ന് ഈ കടലിലൂടെ അദ്ദേഹത്തിൻ്റെ കിങ് അലോൺസോയുടെ മകൾ ക്ലാരിബലിൻ്റെ വിവാഹം നോർത്ത് ആഫ്രിക്കയിലെ ട്യൂണിസിൽ വെച്ച് നടത്തിയതിനു ശേഷം മടങ്ങി വരുന്ന ആ കപ്പലിൽ എല്ലാ ദുരാഗ്രഹികളും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഏരിയലിനെ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ അധീനതയുള്ള ഏരിയലിനെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അവരെ ഈ തീരത്തണയാൻ നിർദ്ദേശിച്ചത്. അങ്ങനെ ആ കപ്പലിലുള്ളവരെല്ലാം ഇന്ന് കടലിൽ ചാടി സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരെല്ലാം യാതൊരു പോറലും ഏൽക്കാതെ ഈ ദ്വീപിൻ്റെ പല ഭാഗങ്ങളിലായി എത്തിച്ചേരും. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിനക്കറിയാമോ, നാം ഇവിടെ എത്തിച്ചേരുമ്പോൾ ഈ ദ്വീപ് സൈക്രോക്സ് എന്ന് പറയുന്ന ഒരു ദുർമന്ത്രവാദിനിയുടെ അധീനതയിലായിരുന്നു. അവളുടെ ജന്മദേശത്ത് നിന്ന് അവളുടെ ദുർമന്ത്രവാദത്തിൽ പൊറുതിമുട്ടി അവളെ നാവികർ ഈ ദ്വീപിൽ കൊണ്ടാക്കുകയായിരുന്നു. ഗർഭിണിയായതിനാൽ അവളെ കൊല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് തുറന്നുവിടുകയായിരുന്നു. ഈ ദ്വീപിൽ ഉള്ള ഗന്ധർവന്മാരെയും അതുപോലെ തന്നെ ഇവിടുത്തെ വായുദേവനെയും ഒക്കെ അവളുടെ വരുതിയിലാക്കുകയും പൈൻ മരങ്ങളിലും അതുപോലെ തന്നെ പാറമടക്കുകളിലും അവരെ തളച്ചിട്ടിരുന്നു. അവൾ പ്രസവിച്ചതാകട്ടെ വിരൂപിയായ മനുഷ്യൻ്റെ ശരീരവും അതുപോലെ തന്നെ കുരങ്ങിൻ്റെ മുഖം പാതിയുള്ള ഒരു വിരൂപ ജീവിയായിരുന്നു. അവനെ ഞാൻ പഠിപ്പിച്ച്
നല്ലവനാക്കാം എന്ന് വിചാരിച്ചെങ്കിലും അവൻ എൻ്റെ പരിധിയിൽ വരുന്നുമില്ലായിരുന്നു. പിന്നെ നീയുമായിട്ടുള്ള ആ ഒരു ചെറിയ പെരുമാറ്റ ദൂഷ്യത്താൽ അവനെ ഞാൻ വെറും ഒരു വേലക്കാരനാക്കി മാറ്റിയിരിക്കുകയാണ്. നിന്നോട് ഞാൻ വഴിക്ക് വഴി കഥകളെല്ലാം പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മാന്ത്രിക വടി എടുത്ത് അവളെ തൽക്കാലത്തേക്ക് ഉറക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഏരിയൽ അന്നേരം തൻ്റെ ദൗത്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം അങ്ങോട്ട് കടന്നു വരുന്നുണ്ടായിരുന്നു. ഏരിയലിനെ പ്രോസ്പെറോക്ക് മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഏരിയലുമായി പ്രോസ്പെറോ സംസാരിക്കുമ്പോൾ തൻ്റെ അച്ഛന് വല്ല മാനസിക പ്രശ്നമാണോ എന്ന് മിറാൻഡ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയാണ് മിറാൻഡയെ മാന്ത്രിക വടി കൊണ്ട് ഉറക്കി തൻ്റെ ഗുഹയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ഏരിയൽ അവിടെ എത്തുന്നു. ഏരിയൽ പറയുന്നു, ഞാൻ എല്ലാവരെയും ദ്വീപിൽ കയറ്റിയിട്ടുണ്ട്. ഫെർഡിനൻഡാണ് ആദ്യം വെള്ളത്തിൽ ചാടിയത്. കിങ് അലോൺസോയുടെ മകനായിട്ടുള്ള ഫെർഡിനൻഡാണ് ചാടിയത്. ബാക്കി എല്ലാവരും സെബാസ്റ്റ്യനും അതുപോലെ തന്നെ അന്റോണിയോയും സ്റ്റെഫാനോയും ട്രിങ്കോളോയും എല്ലാവരും ദ്വീപിൽ ഓരോ സ്ഥലങ്ങളിലായിട്ട് എത്തിയിട്ടുണ്ട്. കപ്പലും ഞാൻ ദ്വീപിൻ്റെ മറുവശത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇനി എന്നെ മോചിപ്പിച്ചുകൂടെ, എനിക്ക് സ്വാതന്ത്ര്യം തന്നുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രോസ്പെറോ പറയുകയാണ്, നീ സൈക്രോക്സിൻ്റെ അധീനതയിൽപ്പെട്ട് പൈൻമരത്തിൽ കെട്ടിയിട്ട കാലം നീ മറന്നുപോയോ? നിന്നെ ഇനിയും കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നിന്നെ നിയോഗിക്കാനുണ്ട്, അതിനുശേഷം നിനക്ക് മോചനം തരാം എന്ന് പറയുകയാണ്. അപ്പോൾ ഏരിയൽ അതെല്ലാം അനുവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ കേൾക്കുകയാണ്. അങ്ങനെ ഏരിയൽ അവിടുന്ന് അപ്രത്യക്ഷമാകുമ്പോഴേക്കും ഫെർഡിനൻഡ് അവിടെ അലഞ്ഞാടുന്ന കിങ് അലോൺസോയുടെ മകൻ ഫെർഡിനൻഡ് അതിലൂടെ നടന്നു വരികയാണ്. ഏരിയൽ അവനൊരു ഗാനത്തിൻ്റെ ആലാപനത്തോടുകൂടി അവനെ ആനയിച്ചു കൊണ്ടിരുമ്പോൾ മിറാൻഡ ഈ ഫെർഡിനൻഡിനെ കാണുകയാണ്. അവൾ അന്നുവരെ മറ്റൊരു പുരുഷനെ കണ്ടിട്ടില്ല. തൻ്റെ വൃദ്ധനായിട്ടുള്ള പിതാവിനെ അല്ലാതെ മറ്റൊരാളെയും അവൾ കണ്ടിട്ടില്ല. പണ്ടെങ്ങോ ഓർമ്മയിൽ ഉള്ളത് എത്രയോ പരിചാരകരുടെ ഒപ്പം ഉള്ള ഒരു ഓർമ്മ മാത്രമേ അവൾക്കുള്ളൂ. അവൾ ഈ ആളെ കണ്ടപ്പോൾ അതൊരു മാലാഖയാണെന്ന് തെറ്റിദ്ധരിക്കുകയും അത് അച്ഛനോട് പറയുന്ന മാലാഖയൊന്നുമല്ല, നമ്മളെപ്പോലെ വിചാരങ്ങളും ഉറക്കവും അതുപോലെ തന്നെ ഭക്ഷണവും ഒക്കെ കഴിക്കുന്ന ഒരു ജീവിയാണ്, ഒരു മനുഷ്യനാണ് എന്ന് പറയും. അവളപ്പോൾ തന്നെ അയാളുമായി ഈ പരസ്പരം അവർ അനുരാഗബദ്ധരായി തീരുകയും ചെയ്യുകയാണ്. എന്നാൽ പ്രോസ്പെറോയ്ക്ക് അത് അത്ര പെട്ടെന്ന് തന്നെ നിർവഹിക്കാനുള്ള ഒരു താല്പര്യമില്ലായിരുന്നു. പെട്ടെന്ന് ഉണ്ടാകുന്ന അടുപ്പങ്ങൾ പെട്ടെന്ന് തന്നെ അകന്നു പോകുമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി അയാൾ വളരെ ഹീനമായിട്ടാണ് ഫെർഡിനൻഡിനോട് പെരുമാറുന്നത്. ഫെർഡിനൻഡ് തൻ്റെ ചാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാളെടുക്കുകയും എന്നാൽ ധൈര്യത്തോടുകൂടി ഫെർഡിനൻഡും വാളൂരി നിൽക്കുന്ന രംഗവുമുണ്ട്. അതിനുശേഷം ഫെർഡിനൻഡിൻ്റെ കൈക്കരുത്ത് പ്രോസ്പെറോ തൻ്റെ മാന്ത്രിക ശക്തിയാൽ കളയുകയാണ്. അപ്പോൾ ഒരടിമയെ പോലെ അദ്ദേഹത്തിൻ്റെ തടവറയിലേക്ക് പോകാൻ നിയോഗിക്കപ്പെട്ടെങ്കിലും പ്രോസ്പെറോ തടവറയിൽ കൊണ്ടുപോകാതെ ഫെർഡിനൻഡിന് കടുത്ത ജോലികൾ കൊടുക്കുകയാണ്. വിറകടുക്കി വെക്കുക, അങ്ങനെയുള്ള വിറക് കീറുക, അങ്ങനെയുള്ള ജോലികൾ കൊടുക്കുകയാണ്. ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് വളരെ സഹതാപത്തോടെ മിറാൻഡ അടുത്ത് എന്ന് പറയും, എൻ്റെ പിതാവ് ഇനി മാന്ത്രിക പുസ്തകങ്ങൾ വായിക്കാൻ പോവുകയാണ്, താങ്കൾ ഇനി വിശ്രമിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം അത് തുടരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ വളരെയേറെ സ്നേഹബദ്ധരാകുന്ന വാക്കുകൾ പ്രോസ്പെറോ ഒളിഞ്ഞിരുന്ന് കേൾക്കുകയും ചെയ്യുകയാണ്. ഏരിയൽ ആട്ടെ കിങ് അലോൺസോയും അതുപോലെ തന്നെ ഗൊൺസാലോയും സെബാസ്റ്റ്യനും അന്റോണിയോ ഒക്കെ അടുത്തിട്ടുള്ള സ്ഥലത്തെത്തുകയാണ്. അവിടെ എത്തുമ്പോൾ ഏരിയൽ അവരെ ഗൊൺസാലോയെയും കിങ് അലോൺസോയെയും പാതിമയക്കത്തിലാക്കുന്നു. അപ്പോഴേക്കും അവർ പ്ലാൻ ചെയ്തിരുന്ന, അതായത് സെബാസ്റ്റ്യനും അന്റോണിയോയും കൂടി ഈ പറഞ്ഞ അധികാര ദുർമോഹത്താൽ അവർ പരസ്പരം ഒരു നിഗൂഢമായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കുകയുണ്ടായി. കാരണം ഫെർഡിനൻഡ് ഇപ്പോൾ മുങ്ങി മരിച്ചു കാണും. ഇനിയിപ്പോൾ സെബാസ്റ്റ്യനാണ് കിങ് അലോൺസോയുടെ നിര്യാണത്തിന് ശേഷം രാജാവാകേണ്ടത്. അയാൾ ഇപ്പോൾ തന്നെ കൊല്ലുകയാണെങ്കിൽ, ഈ നല്ലൊരു അവസരത്തിൽ അയാളെ കൊല്ലുകയാണെങ്കിൽ നിനക്കുടനെ നേപ്പിൾസിൻ്റെ രാജാവായി തീരാം എന്ന് അന്റോണിയോ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ
ഏരിയയിൽ ഇവരെ ഇരുവരെയും അലോൺസോയെയും ഗൊൺസാലയും പാതിമയക്കത്തിലാവുന്ന സമയത്ത് അവർ ഇരുവരും വാളൂരി കിങ് അലോൺസോയെ കൊല്ലാനായിട്ട് വാളൂരി നിൽക്കുകയാണ്. അപ്പോഴേക്കും ഏരിയൽ ഈ കിങ് അലോൺസോയെയും ഗൊൺസാലയും ഉണർത്തുമ്പോൾ വാളൂരി നിൽക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, അങ്ങേ ആക്രമിക്കാൻ ഒരു വികൃത ജീവി വന്നത് കണ്ട് ഞങ്ങൾ വാളൂരിയാണെന്ന് പറയുന്നു. അദ്ദേഹം അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും തൻ്റെ മകൻ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ആദിയോടെ അയാൾ അവിടെ കഴിയുകയാണ്. അപ്പോഴേക്കും ഏരിയൽ ഒരു കഴുകൻ്റെ രൂപത്തിൽ വന്നിട്ട് അവിടെ വളരെ വലിയൊരു വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ ഒരുക്കുകയാണ്. തങ്ങൾ വിശന്ന് മരിച്ചു പോകുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കാവുന്ന ആർത്തിയോടെ അവർ വന്ന സമയത്ത് അതെല്ലാം അപ്രത്യക്ഷമാക്കുകയും തട്ടിത്തെറിപ്പിച്ച് അപ്രത്യക്ഷമാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഏരിയൽ ഒരു മനുഷ്യ രൂപവും പക്ഷിയുടെ ചിറകും വിരിച്ചു നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ചെയ്ത ദുഷ്ടത്തരങ്ങൾ കൊണ്ടല്ലേ സ്വന്തം ജ്യേഷ്ഠനെ നടുക്കായലിൽ എറിഞ്ഞ ആളല്ലേ നിങ്ങൾ എന്ന് അന്റോണിയോയോടും അതുപോലെ തന്നെ അതിന് കൂട്ടുനിന്ന നിങ്ങളും അയാളുടെ ശത്രുവാണെങ്കിൽ കൂടിയും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമല്ലേ നിങ്ങൾ ചെയ്തത്, നിങ്ങൾ ചെയ്ത ദുഷ്ടത്തരങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഈ അനുഭവിക്കുന്നത് എന്നും അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്. അപ്പോഴേക്കും ഇവർ തങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടാണ് തങ്ങളിങ്ങനെ അകപ്പെട്ടു പോയതെന്നും തൻ്റെ പുത്രൻ നഷ്ടപ്പെട്ടു പോയതെന്നും കിങ് അലോൺസോ മനസ്സിലാക്കുകയും അവരെല്ലാവരും പശ്ചാത്താപത്തിൻ്റെ വക്കിലേക്ക് എത്തുകയാണ്. അന്റോണിയോയ്ക്കും തൻ്റെ ജ്യേഷ്ഠനെ കടലിൽ ഒഴുക്കിയതിൽ വളരെയേറെ ഖേദം തോന്നുകയും പശ്ചാത്തപിക്കാൻ തയ്യാറാണെന്നുള്ള ഭാവത്തിൽ അവർ നിൽക്കുമ്പോൾ ഏരിയൽ അത് മനസ്സിലാക്കുകയും അത് വന്ന് പ്രോസ്പെറോട് പറയുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവിടെ മറ്റൊരു സംഭവവികാസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാലിബൻ കാട്ടിലൂടെ നടന്നു വരുന്ന സ്റ്റെഫാനോയും ട്രിങ്കുളോയും കാണുകയാണ്. അവർ വൈനിൻ്റെ കുപ്പിയും പിടിച്ചും കൊണ്ടാണ് മദ്യപിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. ആ വൈൻ കാലിബൻ അല്പം കൊടുത്തപ്പോൾ അതിൻ്റെ സ്വാദ് കൊണ്ട് ഇവരേതോ ദൈവമാണെന്ന് അയാൾ വിചാരിക്കുകയും തന്നെ ഈ ദ്വീപിൻ്റെ അധീനതയിൽ നിന്ന് മാറ്റി ഒരു അടിമയാക്കിയ പ്രോസ്പെറയോട് കാലിബിന് വളരെ വൈരാഗ്യമുണ്ട്. അപ്പോൾ ആ വൈരാഗ്യം തീർക്കാനായി പ്രോസ്പെറയെ കൊന്നാൽ അദ്ദേഹത്തിൻ്റെ മകളെ സ്റ്റെഫാനോയ്ക്ക് വിവാഹം കഴിച്ചു തരാമെന്നും ഈ ദ്വീപിൻ്റെ രാജാവാക്കാമെന്നും ഒക്കെ അയാൾ വാഗ്ദാനം കൊടുക്കുകയാണ്. അപ്പോൾ അത് നിർവഹിക്കാമെന്ന് അവർ പറഞ്ഞു കഴിയുമ്പോൾ പ്രോസ്പെറോ തൻ്റെ മാജിക് കൊണ്ട് അത് കണ്ടെത്തുകയും അവരെ പട്ടിയെ വിട്ട് ദ്വീപിന് ചുറ്റും ഓടിക്കുന്ന ഒരു ഹാസ്യപരമായിട്ടുള്ള ഒരു രംഗവും ഈ നാടകത്തിലുണ്ട്. ഏരിയയിൽ വളരെ ആകർഷകമായ ഒരു സംഗീതത്തോടെ ഇവരെല്ലാം പ്രോസ്പെറയുടെ താമസ സ്ഥലത്തേക്ക് ഗുഹയുടെ വാതിക്കലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ എത്തിയപ്പോൾ അവർക്കാർക്കും പ്രോസ്പെറയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ ഗൊൺസാലയെ തന്നെ രക്ഷിച്ച ഗൊൺസാലയെ തിരിച്ചറിഞ്ഞ പ്രോസ്പെറോ അദ്ദേഹത്തിന് നന്ദി പറയുമ്പോൾ അത് എല്ലാവർക്കും ഇത് പ്രോസ്പെറയാണെന്ന് മനസ്സിലാകുകയും അദ്ദേഹം അത് വെളിപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ തൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോയെന്ന ആ ദുഃഖം, തൻ്റെ മകൻ കടലിൽ മുങ്ങി മരിച്ചു പോയെന്ന ദുഃഖം കിങ് അലോൺസോ പ്രോസ്പെറയെ അറിയിക്കുകയും അതുപോലെ തന്നെ എല്ലാവരും തങ്ങൾ ചെയ്ത കുറ്റങ്ങൾ കൊണ്ടാണ്, തങ്ങൾ ചെയ്ത തെറ്റുകൾ കൊണ്ടാണ് ഇങ്ങനെ കഷ്ടത അനുഭവിക്കേണ്ടി വന്നതെന്ന് പശ്ചാത്തപിക്കുകയും ചെയ്യുമ്പോൾ പ്രോസ്പെറോ അവർക്ക് ക്ഷമാപണം കൊടുക്കുകയും എല്ലാവരും ആലിംഗനബദ്ധരാകുകയും ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോയെന്നുള്ള ആ ദുഃഖം ആവർത്തിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ മകളെയും നഷ്ടപ്പെടാൻ പോവുകയാണെന്നുള്ള ഒരു ധ്വനിയോടുകൂടി പ്രോസ്പെറോയും അവിടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരാൻ പോവുകയാണ് എന്ന് പ്രോസ്പെറോ പറയുകയാണ്. എന്നിട്ട് തൻ്റെ ഗുഹയുടെ വാതിൽ തുറക്കുമ്പോൾ അകത്ത് ഫെർഡിനൻഡും മിറാൻഡയും കൂടി ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കിങ് അലോൺസോ കാണുന്നത്. അപ്പോൾ തൻ്റെ മകൻ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയെന്ന് കിങ് അലോൺസോയും തൻ്റെ പിതാവ് നഷ്ടപ്പെട്ട് മരിച്ചുപോയി എന്ന് വിചാരിച്ചിരുന്ന ഫെർഡിനൻഡും പരസ്പരം ഇരുവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കിട്ടിയെന്നുള്ള ആ സന്തോഷം വളരെ വലിയൊരു സന്തോഷമാവുകയും അവിടെ വളരെ ഒരു ആഹ്ലാദപരമായിട്ടുള്ള രംഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യുകയാണ്. അപ്പോൾ പ്രോസ്പെറോ പറയുന്നു, നിങ്ങൾ പശ്ചാത്തപിച്ചുകൊണ്ടാണ് ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു അവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയതും എന്ന് പറയുമ്പോൾ ഞങ്ങൾ രാജ്യഭാരം തന്നെ അങ്ങേക്ക് തിരിച്ചു നൽകുന്നതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള വിവാഹ നിശ്ചയം നടക്കുകയും
മിലാനിൽ പോയി ആ വിവാഹം നടത്താമെന്ന് തീരുമാനിക്കുകയും ചെയ്യണം. ഒരു ദിവസം പ്രോസ്പെറോയുടെ ഭവനത്തിൽ ആ ഗുഹയിൽ എല്ലാവരും സന്തോഷകരമായി താമസിച്ചതിന് ശേഷം പിറ്റേന്ന് കടലിൽ കപ്പൽ അടുപ്പിച്ച സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അവർ മിലാനിലേക്കുള്ള യാത്രയിലേക്ക് വേണ്ടിയാണ് അവിടെ എത്തുന്നത്. അപ്പോൾ ഏരിയയിൽ വന്ന് ചോദിക്കുന്നു, എന്നെ ഇനിയും തുറന്നുവിടാറായില്ലേ എന്ന്. അപ്പോൾ പ്രോസ്പെറോ പറയുകയാണ്, ഞങ്ങൾ ഇറ്റലിയിൽ മിലാനിൽ എത്തുന്നതുവരെ നീ ഞങ്ങളുടെ ഈ കപ്പൽ മാർഗത്തിന് കാവലായി നിൽക്കണം, പ്രക്ഷുബ്ധമാക്കാതെ, കടലൊന്നും പ്രക്ഷുബ്ധമാക്കാതെ ഞങ്ങളെ കാത്തുകൊള്ളണം, അതിനുശേഷം നീ പൂർണ്ണമായി സ്വതന്ത്രനാകും എന്ന് പറഞ്ഞുകൊണ്ട് പ്രോസ്പെറോ അടക്കമുള്ള എല്ലാവരും കപ്പലിൽ കയറി യാത്ര ചെയ്യാവുന്നിടത്താണ് ഈ നാടകം അവസാനിക്കുന്നത്. പ്രോസ്പെറോയുടെ ജീവിതം വളരെ ദുഷ്കരമായിരുന്നെങ്കിലും അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് സ്വന്തം അനുജന് മാപ്പ് കൊടുക്കുകയും അങ്ങനെ ഈ നാടകം ഒരു ശുഭപര്യവസായിയായി ഷേക്സ്പിയർ അവതരിപ്പിക്കുന്നത് ലോകത്തിന് തന്നെ ഒരു നല്ല സന്ദേശം കൊടുത്തുകൊണ്ടാണ്. ക്ഷമ കൊണ്ടും യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയും എന്ന ഒരു സന്ദേശം ഷേക്സ്പിയറിലൂടെ നൽകുകയാണ്. നന്ദി, നമസ്കാരം.